നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യം എത്ര പറഞ്ഞാലും കേട്ടാലും നമുക്കാർക്കും മതി വരില്ല. പറയുന്നവർക്കും മതിയാവില്ല, കേൾക്കുന്നവർക്കും മതിയാവില്ല. എത്ര പറഞ്ഞാലും ആർക്കും മതിയാവാത്ത ഒന്നാണ് ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യം. ഈ ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കഥ നാരദ പുരാണത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. നാരദ പുരാണത്തിൽ ഗുരുവായൂര മഹാത്മ്യം എന്ന ഭാഗത്താണ് ഇത് പറയുന്നത്. പരീക്ഷത്തിൻ്റെ കഥ നമുക്കറിയാം. ഭാഗവതോത്തമനായ ആ പരീക്ഷത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. പരീക്ഷത്തിൻ്റെ മകനായ ജനമേജയ രാജാവിൻ്റെ കഥയോട് ബന്ധപ്പെട്ടാണ് നാരദ പുരാണത്തിൽ ഗുരുവായൂര മഹാത്മ്യത്തിൻ്റെ വിവരണം ഉള്ളത്. തൻ്റെ അച്ഛനായ പരീക്ഷിത്ത് മഹാരാജാവ് തക്ഷക ദംശനത്താൽ മരിച്ചു എന്ന് ഉള്ള കഥ, ആ സത്യം അറിഞ്ഞ ജനമേജയ രാജാവ് അദ്ദേഹം ഒരു യാഗം നടത്തുകയാണ്. അദ്ദേഹത്തിന് വളരെ ഈ സർപ്പകുലത്തോട് വലിയൊരു ദേഷ്യം, കോപമുണ്ടായി. അതുകൊണ്ട് തക്ഷകൻ്റെ വംശത്തോട്, തൻ്റെ അച്ഛനെ ദംശിച്ചു വന്ന ആ തക്ഷകൻ്റെ വംശത്തോട് പ്രതികാരം ചെയ്യണം എന്ന ഒരു ആശ ജനമേജയ മഹാരാജാവിനുണ്ടായി. മഹാരാജാവല്ലേ, മഹാരാജാവ് വിചാരിച്ചാൽ എന്തും നടക്കുമല്ലോ. അങ്ങനെ യാഗം തുടങ്ങി. അനവധി സർപ്പങ്ങൾ ആ യാഗാഗ്നിയിൽ വെന്തു ദഹിച്ചു മരിച്ചു. അതൊരു സത്കർമ്മമല്ല, തീർച്ചയായിട്ടും അതൊരു ദുഷ്കർമ്മം തന്നെയായിരുന്നു. പക്ഷെ രാജാവിൻ്റെ പ്രതികാരവാഞ്ച, തൻ്റെ അച്ഛനോടുള്ള അന്ധമായിട്ടുള്ള ഒരു സ്നേഹം, ഇതെല്ലാം കൂടി ആയപ്പോൾ ജനമേജയ മഹാരാജാവ് അങ്ങനെ ചെയ്തു. ദുഷ്കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം വേഗം തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും 18 തരത്തിലുള്ള കുഷ്ഠം ബാധിക്കുകയാണ്. സാധാരണ ഒരു കുഷ്ഠം തന്നെ, ഒരു കുഷ്ഠരോഗം ബാധിച്ചാൽ തന്നെ വളരെയധികം അവശ നിലയിലാവും. 18 തരത്തിലാണ് ആകെയുള്ള കുഷ്ഠങ്ങൾ. ആ 18 തരത്തിലുള്ള കുഷ്ഠരോഗവും ജനമേജയ മഹാരാജാവിനെ ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമായി, ദുർഗന്ധപൂരിതമായി. അദ്ദേഹത്തിൻ്റെ മഹാരാജ്ഞിയോ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളോ മറ്റ് ഭൃത്യന്മാരോ എല്ലാവരും തന്നെ അദ്ദേഹത്തിൽ നിന്നും ഓടി അകന്നു മാറി. ഈ ദുർഗന്ധം സഹിക്കവയ്യാതെ അസഹ്യമായ വേദനയും ബുദ്ധിമുട്ടും കൊണ്ട് രാജാവ് വിലപിച്ചു. ഭഗവാനെ, ഞാൻ ചെയ്തു പോയ ഈ തെറ്റിന് എന്താണ് ഒരു പരിഹാരം? എന്താണ് പ്രായശ്ചിത്തം? കൃഷ്ണ, എന്നെ ഒന്ന് വഴികാട്ടണമെന്ന് ഭഗവാനോട് തന്നെ, ആ ആപദ്ബന്ധുവായ ശ്രീകൃഷ്ണ ഭഗവാനോട് ജനമേജയ മഹാരാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പാണ്ഡവ വംശത്തിൽ പിറന്ന പരീക്ഷത്തിൻ്റെ മകൻ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കാതിരിക്കില്ല. ഭഗവാൻ വിളി കേട്ടു. തൻ്റെ അംശാവതാരമായ ദത്താത്രേയ മഹർഷിയെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഹസ്തിനപുര രാജധാനിയിലേക്ക് ദത്താത്രേയ മഹർഷിയെ പറഞ്ഞയച്ചു. ദത്താത്രേയ മഹർഷി വന്നത് കണ്ടപ്പോൾ ജനമേജയ മഹാരാജാവിന് വളരെ സന്തോഷമുണ്ടായി. അദ്ദേഹം കാര്യങ്ങളൊക്കെ മഹർഷിയോട് വിസ്തരിച്ച് പറഞ്ഞു. എങ്ങനെയാണ് എനിക്ക് ഇതിൽ നിന്നൊരു മോചനം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഏത് ആപത്ഘട്ടത്തിലും മഹാത്മാക്കളുടെ ദർശനം ഉണ്ടാവുന്നത് ഒരു വലിയ സമാധാനമാണ്. ആ ആപത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടതായ ഉപദേശം ആ മഹാത്മാക്കൾ നമുക്ക് തരും. അതുപോലെ തന്നെ പൂർണ്ണമായും ശരണാഗതി പ്രാപിച്ച ഈ വേദന കൊണ്ട് പുളയുന്ന ഈ മഹാരാജാവിനോട് ജനമേജയ മഹാരാജാവ് പറഞ്ഞു, രാജാവേ, അങ്ങ് വിഷമിക്കണ്ട. കേരളത്തിൽ ഒരു വലിയ മഹത്തായ പുണ്യക്ഷേത്രമുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ. ഗുരുവായൂരം എന്നാണ് അതിൻ്റെ പേര്. അവിടെ പോയി ആ ഭഗവാനെ ഭജിച്ച്, ആ ഭഗവാന്റെ ദർശനം ലഭിച്ചാൽ, ആ ഭഗവാന്റെ അനുഗ്രഹം കൂടി ലഭിച്ചാൽ അങ്ങേരെ ഈ രോഗം മാറും എന്ന് പറഞ്ഞു.
അപ്പോൾ ജനമേജയ മഹാരാജാവ് ദത്താത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്, എവിടെയാണ് ഈ സ്ഥലം, എന്താണ് ഇതിൻ്റെ മഹാത്മ്യം, എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് അവിടെ പോകാൻ കഴിയുക, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മഹാത്മ്യം, ആ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം ദത്താത്രേയ മഹർഷി ജനമേജയ മഹാരാജാവിനോട് പറയുന്നതാണ്. അവിടെ തൊട്ടാണ് ഗുരുവായൂര മഹാത്മ്യം എന്നുള്ള ആ കഥ ആരംഭിക്കുന്നത്. അതിൽ ഈ കഥയുടെ കേന്ദ്രബിന്ദു നമ്മുടെ ഗുരുവായൂരപ്പനാണ്. എത്ര കണ്ടാലും നമുക്ക് കൊതി മാറില്ല ഗുരുവായൂരപ്പനെ. ഗുരുവായൂരപ്പൻ്റെ അഞ്ജനശില കണ്ട് തൊഴുത് മനസ്സ് നിറഞ്ഞിട്ട് അത് മതിയായി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടാവുമോ? ആരും ഉണ്ടാവില്ല. ഒരു നിമിഷം കൂടി ഒന്നുകൂടി കണ്ടാൽ കൊള്ളാവുന്നതാണ് നമുക്ക് ഭഗവാനെ തൊഴുത് കഴിയുമ്പോൾ തോന്നുക. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ്റെ അഞ്ജനശിലയുടെ കഥ കൂടിയാണ് ഗുരുവായൂര മഹാത്മ്യം എന്ന ആ ഗ്രന്ഥം നമ്മളോട് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഗുരുവായൂർ പോയിട്ട് നമ്മൾ തൊഴുത്, ഗുരുവായൂരപ്പനെ തൊഴുത് ആ അഞ്ജനശില കാണുമ്പോൾ ഈ കഥ ഒന്ന് ഓർക്കണം. ഇതിന് വളരെ പഴക്കമുണ്ട്. മഹാവിഷ്ണു പൂജിച്ചിരുന്ന അഞ്ജനശിലയാണ്, അഞ്ജന വിഗ്രഹമാണ് ഗുരുവായൂരുള്ളത്. മഹാവിഷ്ണു മാത്രം പൂജിച്ചതല്ല, ബ്രഹ്മാവ് പൂജിച്ചിട്ടുണ്ട്. കൽപ്പാന്തത്തിൽ ഈ പ്രളയകാലം വരുമ്പോൾ ഈ ഒരു വിഗ്രഹം വളരെ സുരക്ഷിതമായിരിക്കാൻ ബ്രഹ്മാവാണ് മുൻകൈ എടുത്ത് ഇത് സൂക്ഷിച്ചത്. ഭഗവാൻ മഹാവിഷ്ണു ബ്രഹ്മാവിന് ഈ വിഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അങ്ങ് ദിവസവും പൂജിച്ച് അങ്ങ് സേവിച്ചോളൂ, ഇത് വളരെ മഹാത്മ്യമുള്ളതാണ്, ഞാൻ തന്നെ ഇതിനെ ധാരാളം പൂജിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ബ്രഹ്മാവിന് കൊടുക്കുക. അപ്പോൾ ബ്രഹ്മാവ് പൂജിച്ചിരുന്നു, മഹാവിഷ്ണു പൂജിച്ചിരുന്നു. സുതപസ് എന്ന പ്രജാപതിക്കും അദ്ദേഹത്തിൻ്റെ പത്നിയായ പൃശ്നി, ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടായില്ല. കുറേയധികം ഭജിച്ചു, അവർക്ക് സന്താന ഭാഗ്യം കിട്ടിയില്ല. അവർ പ്രജാപതിയാണല്ലോ, നേരിട്ട് ബ്രഹ്മലോകത്തേക്ക് പോയി. ആ ബ്രഹ്മലോകത്ത് ചെന്ന് ഭഗവാൻ ബ്രഹ്മാവിനോട് ഇതൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് കുട്ടികളില്ല, എന്താണൊരു വഴി എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഈ സുതപസ്സിനും ഈ പൃശ്നിക്കും കൂടി ബ്രഹ്മാവ് ഈ അഞ്ജന വിഗ്രഹം കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹിമാലയത്തിൽ പോയി ഈ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിച്ച് ഈ വിഗ്രഹത്തെ സേവിച്ചുകൊണ്ട് തപസ് ചെയ്യുക. ഭഗവാൻ നാരായണൻ നിങ്ങൾക്ക് ദർശനം തരും, അദ്ദേഹം നിങ്ങൾക്ക് സന്താനഭാഗ്യം തരും എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്നും ഈ വിഗ്രഹം ഈ സുതപസ്സും പൃശ്നിയും സ്വീകരിച്ച് ഹിമാലയത്തിലെത്തി അവിടെ പ്രതിഷ്ഠിച്ച് നിത്യവും പൂജയും തപസ്സുമായി രണ്ടുപേരും കഴിഞ്ഞുകൂടി. 12,000 വർഷം അങ്ങനെ കഴിഞ്ഞു. നമ്മുടെ ഗുരുവായൂരെ ശ്രീലകത്തിരിക്കുന്ന ആ അഞ്ജന ശിലാവിഗ്രഹത്തെ സുതപസ്സും പൃശ്നിയും 12,000 വർഷം പൂജിച്ചതാണ്. ഭഗവാൻ പ്രത്യക്ഷമായി. ഭഗവാൻ മഹാവിഷ്ണു 12,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, കാര്യം ഭഗവാനെ ഭജിക്കുന്നവരെ ഭഗവാൻ അങ്ങനെ കൈവിടില്ല. ഭഗവാൻ പ്രത്യക്ഷമായി ഇവരോട് ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഭഗവാനെ കണ്ട സന്തോഷത്തിൽ സുതപസ്സും പൃശ്നിയും ചോദിച്ചത്, അങ്ങയ്ക്ക് തുല്യനായൊരു മകനെ ഞങ്ങൾക്ക് തരയണമേ, അങ്ങയ്ക്ക് തുല്യനായ മകനെ ഞങ്ങൾക്ക് തരയണമേ, അങ്ങയ്ക്ക് തുല്യനായ മകനെ ഞങ്ങൾക്ക് തരയണമേ. അങ്ങനെ 3 പ്രാവശ്യം ആ തിരക്കിൽ ഭഗവാനെ കണ്ട സന്തോഷത്തിൽ അങ്ങോട്ട് പറഞ്ഞതാണ്. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് തുല്യനായിട്ട് ഞാനല്ലാതെ വേറെ ആരുമില്ല. അതിന് തുല്യനായൊരു മകനെ തരാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കാം.
അങ്ങ് 3 പ്രാവശ്യം എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് 3 ജന്മങ്ങളിൽ ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കും എന്ന് പറഞ്ഞു. സുതപസ്സനും വൃഷ്ണിക്കും സന്തോഷമായി. ഭഗവാന്റെ വാക്ക് വൃഥാവിലാവില്ല. വൃഷ്ണി ഗർഭം ധരിച്ചു. വൃഷ്ണീഗർഭൻ എന്ന ഒരു മകൻ അവർക്കുണ്ടായി. അസാധ്യമായിട്ടുള്ള വേദാന്ത ജ്ഞാനിയായിരുന്നു അദ്ദേഹം. സനകാദി മഹർഷിമാർക്ക് ബ്രഹ്മോപദേശം അദ്ദേഹം കൊടുത്തു. നിഷ്കള ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഉപദേശം സനകാദി മഹർഷിമാർക്ക് കൊടുക്കുന്നത് ഈ വൃഷ്ണിഗർഭൻ എന്ന ഈ സുതപസ്സിൻ്റെയും വൃഷ്ണിയുടെയും മകനാണ്. വീണ്ടും അടുത്ത ജന്മത്തിൽ കശ്യപ മഹർഷിയായിട്ടും അതിഥിയായിട്ടും വീണ്ടും ഈ വൃഷ്ണിയും സുതപസ്സും ജനിച്ചു. നമുക്കറിയാം ആ കഥ. പയോവ്രതം, അസുരന്മാർ ദേവന്മാരെ കീഴ്പ്പെടുത്തുന്ന മഹാബലിയുടെ കാലം. മഹാബലി 3 ലോകവും അടക്കി വാഴുന്ന കാലം. വാമനമൂർത്തിയുടെ അവതാരം. ആ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിൽ സുതപസ്സും വൃഷ്ണിയുമായിട്ട് ജീവിച്ച അവർ ഈ ജന്മത്തിൽ കശ്യപ മഹർഷിയായിട്ടും അതിഥിയായിട്ടും ജനിച്ചു. അവരുടെ മകനായി വാമനമൂർത്തി അവതരിച്ചു. ആ ജന്മത്തിലും ഈ വിഗ്രഹത്തെ അവർ പൂജിച്ചിരുന്നു. കശ്യപ മഹർഷിയും അതിഥിയും ഈ വിഗ്രഹത്തെ പൂജിച്ചിരുന്നു. വീണ്ടും അടുത്ത ജന്മത്തിൽ വസുദേവരും ദേവകിയുമായി അവർ ജനിച്ചു. ശ്രീകൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ ജനിച്ചു. ധൗമ്യ മഹർഷി ഈ ദേവകിയും വസുദേവരും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ധൗമ്യ മഹർഷി ഈ വിഗ്രഹം അവർക്ക് കൊടുത്തു. ഈ വിഗ്രഹത്തെ പൂജിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വസുദേവരും ദേവകിയും ആ വിഗ്രഹത്തെ പൂജിച്ചു. കാലം കടന്നുപോയി. ആ വിഗ്രഹം ശ്രീകൃഷ്ണൻ തന്നെ പൂജിച്ചു തുടങ്ങി. ഇങ്ങനെയാണല്ലോ. അദ്ദേഹം ചക്രവർത്തിയായി ദ്വാരകയിൽ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. നിത്യവും ശ്രീകൃഷ്ണൻ തൻ്റെ കൈകളാൽ പൂജിച്ചു ഈ വിഗ്രഹത്തെ. ആ വിഗ്രഹത്തിൻ്റെ മാഹാത്മ്യം അതാണ്. ഇങ്ങനെയൊരു വിഗ്രഹം സ്വർഗത്തിലോ പാതാളത്തിലോ വേറെ ഒരു ലോകത്തുമില്ല. ശ്രീകൃഷ്ണൻ തൻ്റെ കൈകളാൽ പൂജിച്ച ശ്രീകൃഷ്ണ വിഗ്രഹം. അതാണ് ഗുരുവായൂരെ അഞ്ജനശില. ആ ഗുരുവായൂരപ്പൻ നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനാണ്. എത്ര യുഗങ്ങളിലൂടെ ഇങ്ങനെ കൈമാറി നമുക്ക് കിട്ടിയ സ്വത്താണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര യുഗങ്ങളിൽ എത്രയോ മഹാത്മാക്കൾ ആ വിഗ്രഹത്തെ പൂജിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ തന്നെ പൂജിച്ചിരിക്കുന്നു. ദ്വാരക പ്രളയകാലത്ത് ദ്വാരക കടലെടുക്കുന്നു. ഭഗവാന് മനസ്സിലായി തൻ്റെ വൈകുണ്ഠാരോഹണം സമാഗതമായി എന്ന്. ഉദ്ധവന് വേണ്ട ഉപദേശമൊക്കെ ഭഗവാൻ കൊടുത്തു. അതിനുശേഷം ഉദ്ധവനോട് പറഞ്ഞു ഭഗവാൻ, അല്ലേ ഉദ്ധവ, കലികാലത്തിൽ ജനങ്ങൾക്ക് ആശ്രയമായിട്ട് ഞാൻ ഇവിടെ പൂജിച്ചിരുന്ന ഈ വിഗ്രഹം വേണം. അതുകൊണ്ട് നീ നിൻ്റെ ഗുരുവായ ബൃഹസ്പതിയോട് പറഞ്ഞ് ഈ വിഗ്രഹം ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം. ഇത് കടലിൽ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞു. ഉദ്ധവൻ ബൃഹസ്പതിയോട് ഇത് പറഞ്ഞു. ആ സമയത്ത് തന്നെ ദ്വാരക കടലെടുത്തു. വരുണഭഗവാൻ എവിടെയും വരുണഭഗവാൻ മാത്രമായി, എന്നുവെച്ചാൽ കടൽ മാത്രമായി. വളരെ വേഗം ബൃഹസ്പതി തൻ്റെ ശിഷ്യനായ വായുവിനെയും കൂട്ടി, ബൃഹസ്പതി ദേവഗുരുവാണല്ലോ, വായു ഭഗവാനെയും കൂട്ടി അവർ ആ ദ്വാരകയുടെ ആ സ്ഥലത്തെത്തി. അപ്പോൾ കാണാം ഈ വിഗ്രഹം ഇങ്ങനെ വെള്ളത്തിൽ താണും പൊങ്ങിയും ഇങ്ങനെ പോകുന്നു. ഉടനെ തന്നെ അവർ വരുണഭഗവാനെ സ്തുതിച്ചു. ഭഗവാന്റെ വിഗ്രഹമാണ്, ഭഗവാന്റെ അജ്ഞയാണിത്, വീണ്ടും പ്രതിഷ്ഠിക്കണമെന്ന്, അതുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. വരുണഭഗവാൻ ആ കടൽ വഴിമാറിക്കൊടുത്തു. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടി ആ വിഗ്രഹം അവിടുന്ന് കണ്ടെടുത്തു. വായുദേവൻ തൻ്റെ ശിരസ്സിൽ അതെടുത്തു. ഉചിതമായൊരു സ്ഥലം നോക്കി അവരങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഓരോരോ ദേശങ്ങളിൽ വംഗദേശം, അംഗദേശം, കലിംഗദേശം, ചോളരാജ്യം, പാണ്ഡ്യരാജ്യം, ഇങ്ങനെ അവർ സഞ്ചരിച്ചു. പല സ്ഥലങ്ങളും സഞ്ചരിച്ചു. ഒരു സ്ഥലവും അങ്ങോട്ട് പൂർണ്ണമായിട്ടും അവർക്ക് അങ്ങോട്ട് തൃപ്തി വരണില്ല.
അങ്ങനെ അവർ പരശുരാമ ക്ഷേത്രമായ ഭാരതത്തിൻ്റെ നിരവധി കോണിൽ ഉള്ള പരശുരാമ ക്ഷേത്രമായ കേരളത്തെ കണ്ടു, കേരളത്തിലെത്തി. അല്ലെ, നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഫ്ലൈറ്റിൽ വരികയാണെങ്കിൽ കേരളം കണ്ടാൽ തന്നെ ഒരു കുളിർമയാണ്. അത്ര മനോഹരമാണ് നമ്മുടെ കേരളം. അവരും ബൃഹസ്പതിയും വായുദേവനും വളരെ സന്തോഷിച്ചു. എത്ര മനോഹരമായ സ്ഥലം. അവരിങ്ങനെ നോക്കി നടക്കുമ്പോൾ അവിടെ ഒരു വലിയ തടാകം കണ്ടു. ആ തടാകത്തിന് അരികെ സാക്ഷാൽ മഹാദേവനും ശ്രീപാർവതിയും ഇരിക്കുന്നു. അവരവിടെ ഇറങ്ങി, ആകാശത്തു നിന്നും താഴെ ഇറങ്ങി മഹാദേവനെയും ശ്രീപാർവതി ദേവിയെയും നമസ്കരിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ഈ അതുല്യമായ ഈ അത്ഭുത പ്രഭാവമുള്ള ഈ വൈഷ്ണവ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഇവിടെ തന്നെയാണ് ഉചിതമായ സ്ഥലം. ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. ഇവിടെയുള്ള ഈ തീർത്ഥം രുദ്രതീർത്ഥം. ഞാൻ പ്രചേതസ്സുകൾക്ക് രുദ്രഗീതം ഇവിടെ വച്ചാണ് ഞാൻ ഉപദേശിച്ചത്. ഭാഗവതത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. ഭഗവാൻ രുദ്രഗീതം പ്രചേതസ്സുകൾക്ക് ഉപദേശിക്കുന്നത് 10 പേരാണല്ലോ അവർ. ആ കഥയിലേക്ക് പോകണ്ട. അപ്പോൾ ആ പ്രചേതസ്സുകൾ തന്നെ അവിടെ വരുമ്പോൾ അത് അതിനു മുമ്പായിട്ട് നാരായണതീർത്ഥം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പ്രചേതസ്സുകൾക്ക് മുമ്പും ആ തീർത്ഥം ഉണ്ടായിരുന്നു. ഭാഗവതി പറയേണ്ടത് നാരായണതീർത്ഥം അങ്ങനെ ഒരു പേരിലായിരുന്നു. പിന്നീട് ഭഗവാൻ ശ്രീപരമേശ്വരൻ പ്രചേതസ്സുകൾക്ക് രുദ്രഗീതം ഉപദേശിച്ചപ്പോൾ രുദ്രതീർത്ഥായി. ഇത്രയും പുണ്യമായ സ്ഥലം ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. ബൃഹസ്പതിയും വായുദേവനും ആ അഞ്ജനശില നമ്മുടെ ഗുരുവായൂരപ്പനെ അവിടെ പ്രതിഷ്ഠിച്ചു. അല്ലെ, ദേവന്മാരാണ്, ദേവഗുരുവാണ്. മനസ്സുകൊണ്ട് സ്മരിച്ചപ്പോൾ തന്നെ ദേവശില്പിയായ മയം വന്നു. ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞു. അതുകൂടാതെ കാമധേനുവിനെ സ്മരിച്ചു. ആ കാമധേനു വേണ്ട പൂജാദ്രവ്യങ്ങളും കാര്യങ്ങളും എല്ലാം പ്രദാനം ചെയ്തു. ആദ്യത്തെ പൂജ ബൃഹസ്പതി തന്നെ കഴിച്ചു. എത്ര ഒന്ന് ആലോചിച്ചു നോക്കൂ ആ അഞ്ജനശിലയുടെ മഹാത്മ്യം. ഒരു കൽപ്പാന്തത്തിന് മുമ്പ് മഹാവിഷ്ണു പൂജിച്ച വിഗ്രഹം. അപ്പോൾ സാക്ഷാൽ വൈകുണ്ഠവാസിയായ ഭഗവാൻ ശ്രീമന്നാരായണൻ ഈ വിഗ്രഹത്തെ പൂജിച്ചിട്ടുണ്ട്. ബ്രഹ്മാവ് ഈ വിഗ്രഹത്തെ പൂജിച്ചിട്ടുണ്ട്. 12,000 വർഷം സുതപസ്സും കൃഷ്ണിയും ഇതിനെ പൂജിച്ചു. ഭഗവാന്റെ വാമനാവതാര കാലത്തെ കശ്യപ മഹർഷിയും അതിഥിയും ഇതിനെ പൂജിച്ചു. വസുദേവരും ദേവകിയും ഈ വിഗ്രഹത്തെ പൂജിച്ചതാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ വിഗ്രഹത്തെ പൂജിച്ചു. ബൃഹസ്പതിയും വായുദേവനും ഈ വിഗ്രഹത്തെ പൂജിച്ചു. എത്ര ദേവപൂജ ഏറ്റുവാങ്ങിയതാണ് നമ്മുടെ ഗുരുവായൂർ ശ്രീലകത്തുള്ള നമ്മുടെ ഗുരുവായൂരപ്പൻ. അതുകൊണ്ടാണ് നാരായണീയത്തിൽ പറയുന്നത് ഹന്തഭാഗ്യം ജനാന. ഇത്രയും ഭാഗ്യം ഈ ജനങ്ങൾക്ക് കിട്ടിയല്ലോ, അല്ലേ? നമ്മൾക്കൊക്കെ അത്ര ഭാഗ്യം കിട്ടി. ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ദർശിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. ഗുരുവായൂരപ്പനെ ഭജിച്ചാൽ മുക്തിയും ഭോഗവും കിട്ടും. ഭോഗമുക്തി, അതായത് എന്തു ചോദിക്കുന്നു അതെല്ലാം കിട്ടും. ഭോഗവും കിട്ടും, മോക്ഷവും കിട്ടും. അങ്ങനെ ഒരു ക്ഷേത്രം ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ ആ അഞ്ജനശിലയോളം മഹാത്മ്യമുള്ള മറ്റൊരു വിഗ്രഹം ത്രിഭുവനങ്ങളിലും 3 ലോകങ്ങളിലും ഇല്ല. അതുകൊണ്ടാണ് ഗുരുവായൂരയ്ക്ക് ഇങ്ങനെ ജനങ്ങളുടെ പ്രവാഹം. ഈ കലികാലത്തിൽ ഗുരുവായൂരപ്പൻ്റെ ഭജനം മാത്രമേ നമുക്കൊരു ശരണം അഥവാ ഒരു രക്ഷ കിട്ടുള്ളൂ ആ കലിയുടെ ആക്രമണത്തിൽ നിന്ന്. അതുകൊണ്ട് എല്ലാവരും ഗുരുവായൂരപ്പനെ ഭജിക്കണം. ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞ ശേഷം മഹാദേവൻ ബൃഹസ്പതിയോട് പറഞ്ഞു, ഞാൻ കുറച്ച് അങ്ങോട്ട് മാറിയിരിക്കാം, അംബാപുരം ഉമ്മയൂർ, അവിടെ ശ്രീപാർവതിയോട് കൂടി ഞാൻ സന്നിധാനം ചെയ്യും. എൻ്റെ പൂർണ്ണ അനുഗ്രഹം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പഴയ ചിട്ടയനുസരിച്ച് രുദ്രതീർത്ഥത്തിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ തീർത്ഥക്കുളത്തിൽ കുളിച്ചിട്ട് മമ്മിയൂരപ്പനെ തൊഴുതിട്ട് വേണം
ഗുരുവായൂരപ്പനെ തൊഴാൻ. ഇപ്പോൾ പിന്നെ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഗുരുവായൂർ തൊഴാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഫലം കിട്ടണമെങ്കിൽ മമ്മിയൂരപ്പനെ കൂടി തൊഴണം. ഈ കഥയാണ് നാരദപുരാണത്തിൽ ഗുരുവായൂര മഹാത്മ്യം എന്ന പേരിൽ, അത് സംസ്കൃതമായിട്ട് ആണുള്ളത്. ഇന്നിപ്പോൾ ഗുരുവായൂര മഹാത്മ്യത്തിൻ്റെ ആ പുസ്തകം ഇപ്പോൾ ലഭിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടത് ഒരു പഴയ കോപ്പി 1954 പ്രിൻ്റ് ചെയ്തൊരു കോപ്പിയാണ്. അതിൽ പ്രതിപാദിച്ചിട്ടുള്ള കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം ഗുരുവായൂരപ്പൻ്റെയൊക്കെ കഥ പറയുമ്പോൾ കൂട്ടിച്ചേർത്തൊന്നും പറയാൻ പാടില്ല. അതിനൊരു സാമ്പ്രദായികമായ ഒരു ഗ്രന്ഥത്തെ ആശ്രയിച്ചൊക്കെ പറയാവൂ. ഗുരുവായൂര മഹാത്മ്യം ഈ നാരദ പുരാണ അന്തർഗതമായിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പ ശരണം.